ഡോക്ടർ മനസ്സിൽ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു അല്ലേ? ഇല്ല, ഞാൻ പാതി വഴിക്കെത്തിയതേ ഉള്ളൂ. എന്റെ ലക്ഷ്യം അനഘയും വിവേകുമാണ്. ഈ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തേക്ക് എത്തേണ്ട എന്റെ ചേട്ടന്റെ പ്രൊഫഷണൽ കരിയർ മുഴുവൻ തകർത്തത് അനഘയും വിവേകും ചേർന്ന. അവരോടുള്ള പ്രതികാരത്തിന്റെ പാതി വഴിയിലെത്തിയിട്ടേ ഉള്ളൂ ഞാൻ. ബാക്കി ഞാൻ ചെയ്യണ്ട. വെറുതെ കലാവതിയുടെ കൂടെ നിന്നുകൊടുത്താൽ മാത്രം മതി. വരൂ. ഞാൻ ഇപ്പൊ പറഞ്ഞ നാവെടുത്തതേ ഉള്ളൂ. ഡോക്ടർ ചെയ്തെന്ന ഉപകാരങ്ങള് കൃത്യമായിട്ട് ഉപയോഗിച്ചു ഞാൻ. നന്നായി. എന്റെ കണക്കുകൂട്ടലുകളൊന്നും തെറ്റിയിട്ടില്ല കലാവതി. ഒരു പരിധിവരെ എനിക്ക് ഇങ്ങോട്ട് ചെയ്തു തന്ന ഉപകാരം കൂടിയാണത്. അമൃതയുടെയും അഭിമന്യുവിന്റെയും കാര്യത്തിലായിരുന്നു കലാവതിക്ക് തീരുമാനമുണ്ടാക്കേണ്ടത്. എനിക്ക് നേരെ തിരിച്ചും വിവേകും അനഘയുമായിരുന്നു എന്റെ ടാർഗറ്റ്. ആ താലികെട്ട് മുടങ്ങേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. പഞ്ചരത്നത്തില് പരസ്പരം കലഹം ഉണ്ടാവണം. അമൃത ഒറ്റപ്പെടണം. എന്റെ മഹേന്ദ്രന്റെ അരികിലേക്ക് താണുകേണ് അവള് വരണം. കരിമരുന്നിന് തിരികൊളുത്തിയിട്ടുണ്ട് കലാവതി ഞാൻ. എന്റെ ഒരു കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ അമൃതയും അനഘയും തമ്മിൽ വഴക്കാവും. അഭിമന്യുവും വിവേകും തമ്മിൽ തല്ലാവും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. മരണം മറച്ചുവെച്ചതിന്റെ സകല ഉത്തരവാദിത്വവും വിവേകിന്റെ തലയിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ട് ഞാൻ. മോർച്ചറിയിൽ നിന്ന് തുടങ്ങും അതിന്റെ പൊട്ടിത്തെറി.